പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന തിരുവചനം യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യമാണ്. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. ബെത്സദയിലെ രോഗശാന്തി. 38 വർഷമായി രോഗിയായി കിടന്നിരുന്ന ഒരു മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തിയിട്ട് പറയുകയാണ്, നീ മേലിൽ പാപം ചെയ്യരുത്. ഇതുവരെ ചെയ്ത നിന്റെ പാപമെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മേലിൽ പാപം ചെയ്യാതെ ജീവിക്കുവാനാണ് കർത്താവ് ആ വ്യക്തിയോട് പറയുന്നത്. നമുക്കിതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ വ്യക്തി എന്തോ പാപം ചെയ്തത് മൂലമാണ് അവിടെ രോഗിയായി 38 വർഷം കിടക്കേണ്ടി വന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലും ചില അസുഖങ്ങളായാലും പല പ്രതിബന്ധങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ വന്നിട്ടുള്ളത് നമ്മുടെ പാപം നിമിത്തമാണ്. നമുക്ക് ഈ നോമ്പിൻ്റെ ഈ സമയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയ എല്ലാ തെറ്റുകൾക്കും കർത്താവിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു ജീവിതം, പുതിയൊരു മനുഷ്യനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.